ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് സ്റ്റുഡൻസിന് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഭയങ്കര ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. മാത്സ് എന്ന സബ്ജക്റ്റിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്താലാണ് സാധിക്കുക എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പറയുന്ന ഈ 7 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാത്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് സ്റ്റഡി ഓർലി. നിങ്ങൾ മാത്സ് ഒരിക്കലും വായിച്ച് പഠിക്കാൻ നിൽക്കരുത്. മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എഴുതി തന്നെ പഠിക്കണം. ഓരോ ഇക്വേഷൻസും വെച്ച് ഓരോ പ്രോബ്ലംസ് കറക്റ്റായി എഴുതി പഠിച്ചാൽ മാത്രമാണ് മാത്സ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഡോണ്ട് മെമ്മറൈസ് സൊല്യൂഷൻ. നിങ്ങൾ ഒരിക്കലും സൊല്യൂഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത്. അങ്ങനെ പഠിച്ചു പോയിട്ടും നമുക്ക് എക്സാമിന് ഒരു കാര്യവും ഉണ്ടാവില്ല. നമുക്കെല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ സഹായിക്കുള്ളൂ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ബേസിക്സ്. നമ്മുടെ മാത്സിലായിക്കോട്ടെ ഏത് സബ്ജക്റ്റ് ആയാലും അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്, ലൈക്ക് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ കുറേ ഇക്വേഷൻസ്, ഫോർമുലാസ്. ഇതിൻ്റെ എല്ലാം നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് കൂടുതലായി അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബേസിക്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ ആ ബേസിക്സ് പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് സോഴ്സസിലൂടെ ഇന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ആ മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ ബേസിക്സ് ആദ്യം പഠിച്ചെടുക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഫോർമുല ലിസ്റ്റ്. നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഫോർമുലാസ് എല്ലാം പ്രത്യേകം ഒരു നോട്ടിലോ ഒരു പേപ്പറിലോ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫോർമുലാസ് മാത്രം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യാൻ സാധിക്കും. ഫോർമുലാസും അതിൻ്റെ ഐഡിയയും നമുക്ക് ക്ലിയർ ആണെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഫോർമുല ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഡു മോർ ക്വസ്റ്റ്യൻ ഈച്ച് ടോപ്പിക്. ഏത് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കുക. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് മാത്സ് നമുക്ക് ഈസിയായി വരുന്നതും. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ പ്രാക്ടീസ് വേണം. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്സിനോടുള്ള ഒരു പേടി മാറുകയും കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ചെയ്യാനൊരു ഇൻട്രസ്റ്റിങ്ങും കൂടും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മേക്ക് എ റൂട്ടീൻ. നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത് ഒരു റൂട്ടീൻ ക്ലിയർ ആക്കുക. ഡെയിലി ഒരേ സമയത്ത് തന്നെ മാത്സ് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഡെയിലി മാത്സ് പഠിക്കാനിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിനും ആ മാത്സുമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും മാത്സിനോടുള്ള പേടിയെല്ലാം ഈ ഡെയിലി മാത്സ് പഠിക്കുന്നതിലൂടെ മാറ്റിയെടുക്കാൻ സഹായിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റിവിഷൻ. റിവിഷൻ എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റ് പഠിച്ചാലും വേണ്ടതൊന്നാണ്. നമ്മൾ കുറേ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് റിവൈസ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുള്ളൂ. ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്ക് കുറവുള്ള ഒരു കുട്ടിക്കും തീർച്ചയായിട്ടും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സഹായിക്കും. നമുക്കൊരു സബ്ജക്റ്റ് ടഫാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതിനേക്കാളും പകരം അതെങ്ങനെ ഈസി ആക്കി എടുക്കാം എന്നതാണ് ചിന്തിക്കേണ്ടത്. ഒരു സബ്ജക്റ്റ് ടഫാകുന്നത് സ്വാഭാവികമാണ്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് ആ സബ്ജക്റ്റ് നമുക്ക് ടഫാകുന്നത്. എന്നാൽ കറക്റ്റ് മെത്തേഡിലൂടെ ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.